ഇന്ന് നമുക്ക് മുളക് ബജി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബജി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് കീറി 2 പീസാക്കണം. ഞാനിവിടെ ഒരു ബജി കീറിയിട്ട് നടു കീറിയിട്ട് 2 പീസാക്കിയിട്ടാണ് ബജി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇത് നടു കീറാം. നിങ്ങൾക്കിത് കീറിച്ചും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ചെയ്യാം. മുഴുവനായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സൈഡുകൾ ഇങ്ങനെ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിനകത്തേക്ക് ഇതിന്റെ ബാറ്റർ കയറത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മുളക് അങ്ങനെ തന്നെ നമ്മൾ കടിക്കും, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. പരമാവധി ഇങ്ങനെ കീറിച്ചും ചെയ്യുകയാണെങ്കിൽ ഈ ഒരൊറ്റ പീസിൽ ഫുള്ള് നമുക്ക് ഇതിന്റെ ബാറ്റർ കോട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പൊ അത് വറുത്തിട്ട് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് കീറി ചെയ്യുന്നത്. ബജിയുടെ മുളക് എത്രയൊന്നും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മുളകും കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാറ്റർ എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ബാറ്റർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് ബാറ്ററിനകത്തേക്ക് കറക്റ്റായിട്ട് മുങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു പാത്രം വേണം. നമ്മളിപ്പോൾ പ്ലേറ്റിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രമേ മുങ്ങത്തുള്ളൂ. പിന്നെ നമ്മൾ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് വേണം എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇങ്ങനത്തെ ഒരു പാത്രം ആകുമ്പോൾ ഇതിനകത്തേക്ക് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും കോട്ട് ചെയ്തിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്റർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടിയത് കടലമാവ് വേണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഈ കടലമാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടിയത് നമുക്കൊരു ഇച്ചിരി അരിപ്പൊടി വേണം. അത് ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ നിറയെ അരിപ്പൊടി എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. വൺ സ്പൂൺ അരിപ്പൊടി. പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല, ഇച്ചിരി തരി വേണമെന്ന് മാത്രം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യണം. ബജിമുളകിന് മിക്കതും എരിവുണ്ടായിരിക്കും. അത് കാരണം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇച്ചിരി റെഡ് കളറ് ബജി ചെയ്ത് വരുമ്പോൾ കിട്ടും. അത് മുളക് പൊടി ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ 1 സ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കായംപൊടി വേണം. കായംപൊടി കുറച്ച് കൂടുതൽ വേണം, കാരണം ബജിയൊക്കെ ചെയ്യുമ്പോൾ കായംപൊടിയാണ് അതിന്റെ മണം കൊടുക്കുന്നത്. അപ്പോൾ കായംപൊടി കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ വേണ്ടിയത് ഉപ്പ് വേണം. ഉപ്പ് ബാറ്ററിലേക്കും അതേപോലെ തന്നെ മുളകിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ വെള്ളമൊഴിച്ച് ബാറ്റർ ആക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇത്രയാണ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ ആയിട്ട് എടുക്കാം. വെള്ളം ഒഴിച്ച് ബാറ്റർ ആക്കി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ലൂസാക്കി എടുക്കാനായിട്ട്. ഒറ്റയടിക്ക് 1 കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ആവണം. കട്ട കുത്തി കിടക്കാൻ പാടില്ല. ഇപ്പം ഞാനിതിവിടെ നല്ല ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുളകിനകത്ത് ഈ ബാറ്റർ പിടിക്കത്തില്ല. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ബജി ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് തരം വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആണ് എന്താണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബജിയൊക്കെ ചെയ്യുമ്പോൾ നിറയെ എണ്ണ വേണ്ടി വരും. അപ്പം ഞാൻ ഒരുപാട് എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടന്നിട്ട് വേണം വേവാൻ, അല്ലാണ്ട് ഷാലോ ഫ്രൈ ചെയ്യണ മാതിരി തിരിച്ചു മറിച്ച് ഇട്ടിട്ടല്ല. ഒരുപാട് എണ്ണ ഒഴിക്കണം. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞത് ലോ ഫ്ലെയിമിൽ ഇടുക. ഇട്ടിട്ട് വേണം ബാറ്ററിൽ മുക്കിയിട്ട് ഇത് ചെയ്യാനായിട്ട്.
ബാറ്റർ എടുക്കുക, അതിനകത്തേക്ക് മുക്കി പിടിക്കുക. മുക്കി പിടിച്ചതിന് ശേഷം കോരിയെടുക്കുക, ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വേവിക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതേമാതിരി തന്നെ എല്ലാ മുളകും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ മുളകിനകത്തും നന്നായി ബാറ്റർ പിടിക്കണം. ഇതിനകത്തേക്ക് നന്നായി മുക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ഇതിന്ന് എടുക്കാനായിട്ട്. എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നിറയെ എണ്ണ ഒഴിച്ചതിന് കാരണം കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം അത് പൊള്ളാതെ സൂക്ഷിക്കുക. പതുക്കെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ മുളകിനകത്ത് ഈ ബാറ്റർ പിടിക്കത്തില്ല, അത് എണ്ണയിൽ ആകെ പരന്ന് കിടക്കത്തേ ഉള്ളൂ. അപ്പൊ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എപ്പോഴും കറക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. ഇത് വെന്ത് വരാനായിട്ട് ഒരു ഇച്ചിരി സമയം വേണം. ഇത് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കളറെല്ലാം മാറി തുടങ്ങി. വെളിച്ചെണ്ണ തെറിക്കും, സൂക്ഷിക്കുക. നമുക്കിത് ഇതിനകത്ത് തന്നെ മറിച്ചിടുമ്പോൾ ആയി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം ഇത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരു ക്രിസ്പിനെസിന്റെ ഒരു സൗണ്ട് വരും. ആയി തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായിട്ട് ആയിട്ടില്ല. മുഴുവനായിട്ട് ആവുമ്പോൾ ഇതിന്റെ കളർ ഒന്നുകൂടി മാറും. ഞാൻ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ബാറ്റർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബജിക്ക് ഒരു കുഴപ്പം പറ്റത്തില്ല. പരമാവധി ഞാൻ ഡിഷസിലൊന്നും അല്ലെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴായാലും ഇത് ചേർക്കാറില്ല, ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തത് ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാനത് ചേർക്കാറുള്ളൂ. ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം എല്ലാം നന്നായി തന്നെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് മുന്നേ തീ സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് വേണം ഇത് കോരി മാറ്റാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കോരി എടുക്കുമ്പോൾ മുളക് ബജി ആയ കാരണം ഇതിന് ചിലപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് തന്നെ വീഴും. വീണ് കഴിഞ്ഞാൽ നമ്മുടെ മേലേക്ക് തെറിക്കും. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിൽ ക്രിസ്മസിന്റെ സൗണ്ട് കേൾപ്പിച്ച് തരാനാണ് ഈ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് മാറ്റിയത്. നന്നായി വെന്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നല്ല സ്മെല്ലും വരുത്തുണ്ട്. അപ്പൊ നമ്മുടെ മുളക് ബജി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് സ്റ്റീലിന്റെ പ്ലേറ്റിൽ അതിന്റെ ക്രിസ്മസ് കാണിച്ചു തന്നല്ലോ. അതേമാതിരി ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. അപ്പൊ ഇതിനകത്ത് ഇനി സോഡ പൊടി ഒന്നും നമ്മൾ ആഡ് ചെയ്യണമെന്നില്ല. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മധുരമുള്ള ടൊമാറ്റോ സോസിന് തന്നെയായിരിക്കും ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരിക. മുളക് ബജിക്ക് എരിവുള്ള കാരണം നമ്മള് ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കുന്ന ഭയങ്കര എരിവായി പോകും. അപ്പൊ ഈ ഒരു മധുരവും ഈ ഒരു എരിവും കൂടി മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒരു വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ഇതേമാതിരി വല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ഫാമിലി മൊത്തമൊക്കെ ഇരുന്ന് കഴിക്കുക. അപ്പൊ അതൊരു രസമല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേമാതിരി തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയില് വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.